അപ്പോൾ നമ്മൾ പറഞ്ഞു ഇസ്മിൻ്റെ കൂടെയാണ് വരുന്നതെങ്കിലും മുദാഫിന് ഇലൈഹിയായിട്ടാണ് വരുന്നത്. ഇനി ഹർഫിൻ്റെ കൂടെ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ലഹു, ഇവിടെ ഇപ്പോൾ കിതാബിലുള്ള ഉദാഹരണത്തിൽ ലഹു, ലഹുമാ, ലഹും, ലഹ, ലഹുമാ, ലഹുന്ന, ലക, ലക്കുമാ, ലക്കും, ലക്കി, ലക്കുമാ, ലക്കുന്ന, ലീ, ലന, അങ്ങനെയാണുള്ളത്. മുത്തസിലായിട്ടുള്ള ദമീർ ഹർഫിൻ്റെ കൂടെ വന്നപ്പോൾ ലഹു എന്ന് പറഞ്ഞാൽ അവനോട്, ലഹുമ അവർ രണ്ടുപേരോട്, ലഹും അവർ കുറേ പേരോട്, ലഹ അവളോട്, ലഹുമ അവർ രണ്ടുപേരോട്, ലഹുന്ന അവർ കുറേ സ്ത്രീകളോട്, ലക്ക നിന്നോട്, ലക്കുമ നിങ്ങൾ രണ്ടുപേരോട്, ലക്കും നിങ്ങൾ കുറേ പേരോട്, ലക്കി നീ ഒരു പെണ്ണിനോട്, ലക്കുമ നിങ്ങൾ രണ്ട് സ്ത്രീകളോട്, ലക്കുന്ന നിങ്ങൾ കുറേ സ്ത്രീകളോട്, ലീ എന്നോട്, ലന ഞങ്ങളോട്. അപ്പോൾ ലഹു അവനോട് എന്നും അവന് എന്നും അർത്ഥം വരും. അവന് ലഹു കിതാബുൻ അവനൊരു പുസ്തകമുണ്ട്, ഖുൽതു ലഹു ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടർത്ഥവും ലഹുവിന് വരും കേട്ടോ. അതാണ് ഹർഫിൻ്റെ കൂടെയുള്ള ആ ഒരു മുത്തസിലായിട്ടുള്ള ലമീർ. ഇനി ഫീലിൻ്റെ കൂടെ മുത്തസിലായിട്ടുള്ള ലമീർ വരുമ്പോൾ റബ അടിച്ചു, ഹു അവനെ അടിച്ചു. അപ്പോൾ മഫ്ഊൽ ബിഹി ആയിട്ടാണ് അവിടെ എന്ത് ചെയ്തത്, ആ ഒരു ലമീർ വന്നത്. അവനെ അടിച്ചു. ലറബഹുമ അവർ രണ്ടു പേരെ അടിച്ചു. അങ്ങനെ ലറബന വരെ ഞങ്ങളെ അടിച്ചു. അപ്പോൾ ലമീറുകൾ രണ്ട് വിധം, മുത്തസിലും മുൻഫസിലും, ആകെ 14 ലമീറുകൾ, ആകെ 14 ലമീറുകൾ മക്കളെ, ആകെ 14 ലമീറുകൾ. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അന നഹ്നു അന്തുന്ന അന നഹ്നു. 14 ലമീറുകളായി. മുൻഫസിലായിട്ട് 14, മുത്തസിലായിട്ട് 14. അപ്പോൾ ഈ ലമീറുകളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി അപ്പുറത്തെ പേജിലേക്ക് വരാം. നുക്കമ്മിലുൽ ഫറാഗ ബിൽ ലമീരിൽ മുനാസിബി, യോജിച്ച ലമീർ ചേർത്തിയിട്ട് ഇവിടെ പൂരിപ്പിക്കണം. ഇവിടെ ഡാഷ് താലിബുൻ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ പറ്റിയിട്ടാണല്ലോ പറയുക, നമ്മളെ പറ്റിയിട്ടാണ് പറയുക. അപ്പോൾ താലിബുൻ വിദ്യാർത്ഥിയാണ്. ആര്, ഞാൻ. അപ്പോൾ അവിടെ ഞാൻ വിദ്യാർത്ഥിയാണ്. അന താലിബുൻ. ഇനി എൻ്റെ ഉപ്പാനെ പറ്റി പറയണം കേട്ടോ. ഇസ്മു എൻ്റെ ഉപ്പ എന്നുള്ളതിന് അബീ എന്നാ പറയാം അല്ലേ. എൻ്റെ ഉപ്പ അബീ, കിതാബീ എൻ്റെ പുസ്തകം, കലമീ എൻ്റെ പേന. അപ്പോൾ ഇസ്മു അബീ എൻ്റെ ഉപ്പയുടെ പേര് സ്വാലിഹുൻ, സ്വാലിഹ് എന്നാണ്. ഇനി ഉപ്പാനെ പറ്റി പറയാൻ കേട്ടോ. അദ്ദേഹം അവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലമീർ ചേർക്കേണ്ടത് ഹുവ. അപ്പോൾ ഹുവ താജിറുൻ, അദ്ദേഹം കച്ചവടക്കാരനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പീടിക, കട, ദുക്കാനു ഹു, അദ്ദേഹത്തിൻ്റെ പീടിക ദുക്കാനു ഹു. അത് മുത്തസിലായ ലമീറാണ്. ഫിൽ മദീനത്തി പട്ടണത്തിലാണ്. ഇനി ഉമ്മാനെ പറ്റി പറയുകയാണ്. ഇസ്മു വാലിദത്തി എൻ്റെ ഉമ്മയുടെ പേര് സാജിദ, സാജിദ എന്നാണ്. ഇനി ഉമ്മാനെ പറ്റി പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം ലമീറിൽ ഹുവ ഹുമാഹും കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഹിയ റബ്ബത്തുൽ ബൈത്തി, അവർ എന്ന് പറയുന്ന ബഹുമാനിച്ചിട്ട് അവൾ എന്നാണ് പറയുക. ബഹുമാനൊക്കെ ഇപ്പം ഇങ്ങനെ നമ്മൾ അവൾ എന്നൊക്കെ പറയാം അല്ലേ, മോശമല്ലേ, നമ്മളെ ഒരു കൾച്ചറിനോട് യോജിക്കുന്നല്ല. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും അവൾ എന്നുള്ള അർത്ഥമാണ്. റബ്ബത്തുൽ ബൈത്തി ഹൗസ് വൈഫാണ്, വീട്ടുകാരി എന്നല്ലെങ്കിൽ വീടിനെ നോക്കുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ ഹൗസ് വൈഫിനാണ് പറയുക സാധാരണ. അപ്പോൾ ഇസ്മു വാലിദത്തി സാജിദ ഹിയ റബ്ബത്തുൽ ബൈത്തി ബൈത്തുഹാ അവളുടെ വീട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാ ലമീർ മുത്തസിൽ ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്. ഓക്കെ. യാ വലതു അല്ലയോ കുട്ടി, അന്ത എന്നാണ് അവിടെ വേണ്ടത്. മുജ്തഹിദുൻ നീ പരിശ്രമിക്കുന്നവനാണ്, വനശീത്തുൻ നീ ഉന്മേഷമുള്ളവനുമാണ്, മദ്രസത്തു ക നിൻ്റെ മദ്രസ. അപ്പം മദ്രസത്തു ക നിൻ്റെ മദ്രസ ഖരീബൽ മസ്ജിദി പള്ളിയുടെ അടുക്കലാണ്. ഡേഷ് മുസ്ലിമൂന ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നെഹ്നു മുസ്ലിമൂന
നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നമ്മൾ അത്തയ്യാത്തിൽ പറയുന്നില്ല അതന്നെ, അസ്സലാമു അലൈക. അപ്പം ക എന്നുള്ളത് മുത്തസിലായ ദമീർ, അയ്യുഹൻ നബിയു. ലിമ തഅഖർതും, എന്തേ നിങ്ങൾ താമസിച്ചത്, യാ ഔലാദു കുട്ടികളെ, ഇലസഫി ക്ലാസ്സിലേക്ക് താമസിച്ചത് എന്താണ് കാരണം? അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാണ്, അൻതജീഉ ഇലൽ മദ്രസത്തി മുബക്കിരീന, മദ്രസയിലേക്ക് നേരത്തെ വരിക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി അറബിയാക്കാം. ഈ അറബിയാക്കുമ്പേ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്താണെന്നറിയില്ല. ചില കുട്ടികളെ വിചാരി അറബിയാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആനക്കാര്യമാണ്. അത് വളരെ നോർമലാണ്. ആദ്യം വേണ്ടത് ജുംല ഇസ്മിയാണോ ഫെയിലിയാണോ നോക്കുക. ഇസ്മിയ ജുംലയാണെങ്കിൽ നമുക്കറിയാം ഇസ്മു കൊണ്ടാണത് തുടങ്ങുക. അപ്പോൾ ആദ്യം വരുന്ന ഇസ്മു മുബത്തദയായിരിക്കും, പിന്നെ വരുന്നത് ഖബറായിരിക്കും. മുബത്തദേൻ്റെ ഇറാബ് റഫാണ്, ഖബറിൻ്റെ ഇറാബ് റഫാണ്. ഇവിടെ നോക്കാം, ജുംല ഇസ്മിയ ജുംലയാണ് ആദ്യം. സാലിം അധ്യാപകനാണ്, അപ്പോൾ സാലിമുൻ മുഅല്ലിമുൻ. കിട്ടിയില്ല? അദ്ദേഹത്തിൻ്റെ മകൻ വിദ്യാർത്ഥിയാണ്, അത് ലമീറോട് കൂടിയിട്ട് വരുന്ന ഇസ്മിയ ജുംലാണത്. അദ്ദേഹത്തിൻ്റെ മകൻ, വലതുഹു അല്ലെങ്കിൽ ഇബ്നുഹു വിദ്യാർത്ഥിയാണെന്നുള്ളതിന് താലിബുൻ. അപ്പോൾ ഇബ്നുഹു അല്ലെങ്കിൽ വലതുഹു താലിബുൻ. അവർ രണ്ടുപേരും ഹുമാ അവരുടെ വാഹനത്തിലാണ് മദ്രസയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും വരുന്നത് യജീആനി എവിടെ? ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് അവരുടെ വാഹനത്തിൽ. അപ്പോൾ ഫീ സയ്യാറത്തിഹിമ, അപ്പോൾ ഹുമാ യജീആനി ഇലൽ മദ്രസത്തി ഫീ സയ്യാറത്തിഹിമ, അവർ രണ്ടുപേരും അവരുടെ വാഹനത്തിലാണ് മദ്രസയിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ സത്യത്തിൽ എൻ്റെ ഉസ്താദിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒഹിബ് ഉസ്താദി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ലമീറിൻ്റെ പാടായതുകൊണ്ട് അന ഞാൻ, ഒഹിബു ഇഷ്ടപ്പെടുന്നു, ഉസ്താദി എൻ്റെ ഉസ്താദിനെ. അപ്പോൾ അന ഒഹിബു ഉസ്താദി. അപ്പോൾ ഈ ജുംല നോക്കിയിട്ട് അറബിയാക്കാൻ വളരെ എളുപ്പമാണ്. ഫീലിയ ജുംലയാണെങ്കിൽ നമുക്കറിയാം, ഏതൊരു ഫീലിയ ജുംലയാണെങ്കിലും ആ ജുംല സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീല് കൊണ്ടായിരിക്കും. പൊതുവെ ഏതൊരു ഫീല് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ജുംല തുടങ്ങിയാൽ ഫീല് കഴിഞ്ഞാൽ പിന്നെ ഫായിലാണ്. ഫീല് മാലി വരും, മുലാരി വരും. അത് മാലിയാണോ മുലാരിയാണോ എന്നനുസരിച്ചിട്ട് മാറ്റാം. ഫായില് വന്നാൽ ഫായിലിൻ്റെ ഇറാബ് റഫാണ്. മഫൂല് ശേഷം വരും, മഫൂലിൻ്റെ ഇറാബ് നസ്ബാണ്. അപ്പോൾ അത് ഇറാബ് വരെ തെറ്റിക്കാത്ത രീതിയിൽ അറബി ആക്കാൻ നമുക്ക് പറ്റും. ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻ്റ് ആണ്. ഈ സെൽഫ് കോൺഫിഡൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് മൊത്തം കയ്യിൽ നിന്ന് പോകും. സെൽഫ് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിലോ? അപ്പോൾ ആ അറിയുന്ന വാക്കുകളുടെയൊക്കെ അറബി നമ്മൾ ആദ്യം ഒന്ന് മൈൻഡ് ചെയ്ത് അത് ഡൗട്ടുള്ളതൊക്കെ ക്ലിയർ ചെയ്ത് അത് ശരിയാക്കി വെക്കുക. അതിന് ഒരുപാട് എക്സസൈസ് ചെയ്യേണ്ടി വരും. കിതാബിലുള്ളതും ഉള്ളതിൻ്റെ പുറമേ നമ്മൾക്ക് പറ്റുന്നതൊക്കെ കളക്ട് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാഠം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.